ഭഗവത്ഗീതയ്ക്ക് ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ. കേരളത്തിൽ പുരോഗമനം എന്ന പേരിൽ ഭാരതത്തിൻ്റെ ഉദാത്ത ബിംബങ്ങളെ വികൃതമാക്കാനുള്ള ശ്രമം ചിലർ നടത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗീതയിലൂടെ അത്തരം ശ്രമങ്ങളെ തടയാൻ സാധിക്കുമെന്നും ജെ നന്ദകുമാർ പറഞ്ഞു. ഗീതായനം ദേശീയ സെമിനാറിനോടനുബന്ധിച്ച് ശൃംഗേരി മഠത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം കാലടി സ്ഥാനീയ സമിതി സംഘടിപ്പിച്ച വിളംബര സഭയിൽ സംസാരിക്കവെയാണ് ഭഗവത്ഗീതയ്ക്ക് ഇന്നത്തെ കാലത്തുള്ള പ്രസക്തിയെക്കുറിച്ച് ജെ നന്ദകുമാർ ഓർമ്മിപ്പിച്ചത്. കേരളത്തിൽ പുരോഗമനം എന്ന പേരിൽ ഭാരതത്തിന്റെ ഉദാത്ത ബിംബങ്ങളെ വികൃതമാക്കാനുള്ള ശ്രമം ചിലർ നടത്തുന്നുവെന്നും അത്തരം ശ്രമങ്ങളെ ഗീതയിലൂടെ തടയാൻ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ സാഹചര്യം ഭഗവത്ഗീത പോലുള്ള ഒരു ദർശന ഗ്രന്ഥം നമുക്കൊരു ദൃഷ്ടിയും തത്വശാസ്ത്രവും പ്രദാനം ചെയ്യാൻ കരുത്തുള്ള ആ ഗ്രന്ഥത്തിന് കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിന്റെ ഒരു വളരെ വിഷമകരമായ സാഹചര്യം തെറ്റായ ആശയങ്ങളെ വളരെ പുരോഗമന ആശയങ്ങളാണെന്നുള്ള മട്ടിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ആ ആധ്യാത്മികതയുടെ സാംസ്കാരിക തനിമയുടെ സർവ്വ അംശങ്ങളെയും ഇല്ലാതെയാക്കാൻ ഒരു കൂട്ടർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. കുറെ കാലങ്ങളായി അതിനുള്ള പരിശ്രമം തുടങ്ങിയിട്ട്. ഈ മാസം നടക്കാനിരിക്കുന്ന ഗീതാ സ്വാധ്യായ സമിതി രജത ജയന്തി സെമിനാറിന് മുന്നോടിയായിട്ടാണ് വിളംബര സഭ. പഞ്ചഗുസ്തി താരം ജോബി മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ഞാൻ എന്റെ രാജ്യത്തെ ഓർത്ത് അങ്ങേയറ്റം അഭിമാനിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കൃതിയും എന്റെ വിജയമെന്നല്ല, ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് നേടിയ നേട്ടങ്ങളിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാധ്യക്ഷൻ CM ജോയ് ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജനം, കൊച്ചി.